ഹലോ ഗൈസ്, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് നമ്മുടെ മാന പറയും. 2ാം ക്ലാസ്സിൽ പിള്ളേര് കലാകാലമായ ഇർഫാനിക്ക ഞങ്ങളെ വിട്ട് വേറെ അപ്പാർട്ട്മെന്റിലേക്ക് മാറുകയാണ്. എല്ലാവരും കൈകൊണ്ട് പ്രോത്സാഹിപ്പിക്കുക. പുതിയ അപ്പാർട്ട്മെന്റ് 1 BHK, സ്വിമ്മിംഗ് പൂള് അറ്റാച്ച്ഡ്. ഞങ്ങളെ മുന്നില് പുള്ളി ഭയങ്കര സങ്കടം അഭിനയിക്കുന്നുണ്ട്. ഞങ്ങളൊന്നുമല്ല, വൈഫ് വരുന്നുണ്ട്. ഞങ്ങളാരും വിശ്വസിച്ചിട്ടില്ല. കണ്ടിന്യൂ. ഓക്കെ, ഇത് അറിയുന്നവന്റെ കൈ കമ്പ് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് പുള്ളി. ഇതല്ല, ഇത് 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 തൊട്ട് കാണിച്ചാണ്. എന്താണ് ഇർഫാൻ, എന്താണ് വേറെ എന്തൊക്കെയാ പറയാനുള്ളത്? യാത്രയപ്പ് ഒരു വർഷത്തിൽ കൂടുതൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ തുടങ്ങിയൊരു യാത്രയാണ്. പിന്നെ അതിവിടെ പര്യവസാനിക്കുന്നല്ലേ? റേഗൻസ് വിട്ടൊന്നും പോയിട്ടില്ലല്ലോ. ഇവിടെ തന്നെ ഉണ്ട്, റേഗൻസിൽ തന്നെ ഉണ്ട്. ഒരു റൂം മാറിയെന്നേ ഉള്ളൂ, ഒരു 10 കിലോമീറ്റർ അപ്പുറേ. ഞങ്ങളെല്ലാവരുടെയും ഒരു വലിയ ഏട്ടനായിരുന്നു. ഇവിടെ എല്ലാത്തിനും എല്ലാ കാര്യങ്ങളിലും നിന്ന് ലീഡ് ചെയ്യണ ആളായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഒരു അതന്നെ കപ്പിത്താൻ ഞങ്ങളെ പോയി. ഇനി അടുത്ത കപ്പിത്താനെ ഞങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള ഇതാണ്. പല ഓപ്ഷൻസും ഉണ്ട്. ഇനി വേണമെങ്കിൽ ഞാനും ആവാം. ഓപ്ഷൻസ് ഇപ്പൊ പറയാൻ പറഞ്ഞ പുള്ളിയെ പറയാനാണ് ഇപ്പൊ പറഞ്ഞത്. വേണ്ട, ആ ഒരു ഇത് എനിക്ക് വേണ്ട. ആ സ്ഥാനം ഞാനത് തഴഞ്ഞിരിക്കുന്നു. അത് അങ്ങനെയൊക്കെ പറയെങ്കിലും ആക്ക പുള്ളിയിരിക്കുന്ന പറഞ്ഞോണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം. ഞങ്ങള് പുള്ളിക്കാനെ കൊടുക്കണം, അല്ലെങ്കിൽ പുള്ളി വേണം. വേണ്ട, നീ എടുത്തടാ, ഞാൻ എനിക്ക് തന്നിരിക്കും. ഇല്ലേ, പുള്ളിയാണ് ഞങ്ങളെ 2ാമത്തെ ഇക്ക. പിന്നെ അത് മാത്രമല്ല, ഇവൻ ബിസിയാണ് ഇപ്പൊ. തനിക്ക് എന്താ പറയാനുള്ളത്? ഞാൻ സങ്കടമായിട്ട് ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞോടാം ഇർഫാനോട്. ഒരു സങ്കടവും ഇല്ല. അങ്ങനെ നമ്മുടെ സിയാദക്ക് റൂം പറഞ്ഞതിനെ കുറിച്ച് എന്താണ്? വളരെ നല്ലൊരു അഭിപ്രായമാണ്. അപ്പൊ നീ ബിരിയാണി നമ്മള് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മളെ ഇർഫാന്റെ ബിരിയാണിയാണ്. വെറുതെയാണ് കാഴ്ച. ഇപ്പം വെറുതെ എന്താ പോകുന്നത് സങ്കടം ഇല്ലാന്ന് പറഞ്ഞ ആള് ഇന്നലെ കണ്ണ് നിറയണ നമ്മള് കണ്ടായിരുന്നു. ശരി, ഓക്കെ. അപ്പോ അപ്പോ ആള് വൈഫും കൂടി വരുന്നോണ്ട് ആൾക്ക് നല്ലൊരു എല്ലാവർക്കും വിഷമമുണ്ട്. എന്നാലും ആൾക്ക് ഇതിനായിട്ട് വരട്ടെ. ആൾക്കും സങ്കടമുണ്ട്. ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ ഇർഫാനൊക്കെ വൈഫും കൂടി വരും. വൈഫ് വരും. സന്തോഷമാണ്. ഇവിടെ ബിമിലിനെ ഇർഫാനിക്കനെ കുറിച്ച് എന്താണ്? ഇർഫാനിക്ക് ഞാൻ വന്നിട്ട് ഒരു 6 മാസമൊക്കെ പരിചയം, എല്ലാരും പരിചയം. അന്ന സമയത്ത് തന്നെ ഇക്ക എപ്പോഴും പിന്നെ എന്നൊക്കെ ചോദിച്ച് എപ്പോഴും വരും. എപ്പോ എവിടെ ഒപ്പം വന്നാലും റൂമിൽ വന്നാലും, ഞാൻ മണ്ടലാണ്, ഇപ്പൊ റൂമിൽ വന്നാലും ഒരു അരിയുടെ സ്ഥാനത്ത് എപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം. ഇനിയിപ്പം കുടുംബജീവിതമാണ് ഇക്കയുടെ. എല്ലാ ഓൾ ദി ബെസ്റ്റ്. പോയെന്ന് വെച്ചാൽ നമ്മളെന്നും വരും. ഷമീർ പ്രത്യേകിച്ചിട്ട് അവിടെ വന്നാലും ബിരിയാണി വെച്ചിരുന്നു. ഏറ്റവും മിസ് ചെയ്യുന്ന നിങ്ങളെല്ലാം കേട്ടല്ലോ ഗൈസ്. ഇനി ഞാൻ അവിടെ പോയിട്ട് കിട്ടിയില്ലെങ്കിൽ ബ്ലോഗിൽ തന്നെ അടുത്ത പ്രാവശ്യം പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ പോയിട്ട് വരാം. ഞങ്ങളെല്ലാം പാക്ക് ചെയ്തു. നേരെ ബസ് കയറണം. അതെ, ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ? ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ഉള്ളൂ, ദൂരമൊന്നുമില്ല. ബാനോഫിന് എത്രാമത്തെ നമ്പർ? 7, 8, 10 എന്ന ബസ്സുകളൊക്കെ പോകും. അവിടെ സെറ്റാണ്. എന്തായാലും ഒന്ന് ബസ് കയറിയിട്ടാണ്. ബസ് കയറിയിട്ടുണ്ട്. നേരെ എല്ലാവരും ഉണ്ട്. ബാക്കിൽ നമ്മുടെ ഷാബിയുണ്ട്, നേരെ സിയാദുണ്ട്. അവിടെ പുറകിൽ ഷർട്ട് ഏതാണ്? സിയാദ് പുറകിൽ നമ്മുടെ ബിമിലുണ്ട്. ബിമിലും പിന്നെ ക്ലിൻ്റ് ഉണ്ട്, സമീറും ഉണ്ട്. സമീറുണ്ട്. എല്ലാവരും കൂടി ബസ് ഫുള്ളുണ്ട്. നേരെ ബാനോഫിൽ ഓടി വരില്ലേ? ബാനോഫിൽ ഓടി വരും. ആ ബോട്ടി വന്നിട്ട് ഒരുമിച്ച് അങ്ങോട്ട് ബസ് കയറാവട്ടെ. അപ്പം വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബാനോഫ് തിരിയാണ്.
ആണ്. എല്ലാവരും പെട്ടിയൊക്കെ ആയിട്ട് നേരെ റൂമിലോട്ട് പോവാണ്. അപ്പുറത്ത് സംഖ്യയുണ്ട്. കൂടെ ഓട്ടിനെയും കിട്ടി കേട്ടോ, ബാൻ ഓഫിന്. ഓട്ടി ഇർഫാനൊക്കെ റൂം ചേഞ്ച് ചെയ്യുന്നത്. ഇർഫാനൊക്കെ എന്തൊക്കെയൊക്കെ ഇനിയിപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് എടുത്തതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് പേടിക്കണം, ഞങ്ങളൊന്ന് തപ്പാൻ വേണ്ടി വന്നിറക്കെ. ബെഡ് വരെ തൂക്കിയിട്ടുണ്ട്, അവിടുന്ന് തൂക്കാൻ പറ്റുന്നതൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങളൊന്ന് ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് തപ്പും എവിടേക്കൊക്കെ എന്തൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മെയ്റ്റാണ്. ഏത് ഞങ്ങളുടെ സന്തോഷം സമാധാനം മാത്രങ്ങൾ കൊണ്ടുപോകാതിരുന്നാൽ മതി. അതവിടെ വെച്ച് ബാക്കിയുള്ള സാധനം എടുത്തോണ്ട് നാളെ ശരി ഉള്ള ചിക്കൻ മസാലയും മഞ്ഞപ്പൊടിയൊക്കെ കവറ് കണക്കിന് അയാൾ നിറച്ചിട്ട് തോന്നുന്നു. സാധനം മുഴുവൻ എന്റെ സിയാദ് എപ്പോഴും ഇപ്പൊ ഷാപ്പിന്റെ അടുത്തൊക്കെ വരുമ്പോ പറഞ്ഞു മഞ്ഞപ്പൊടി മുളക് പൊടി ഒന്നും എടുക്കണ്ടെന്ന്. എവിടെ ഇതൊക്കെ കണ്ടിട്ടാണ് ഇതെന്താ നല്ല ആഴമുണ്ടല്ലോ. അതവിടെ വെച്ച് കുടിക്കാനല്ലേ. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്താൽ മതി. ഞാൻ അന്ന് നാട്ടിലൊന്ന് വെച്ചിട്ടാണ് ഇവിടെ നോക്കണേ. അങ്ങനെയുള്ളവരുടെ ഒക്കെ നടക്കണല്ലോ. എന്താ ചെയ്യാ. സോറി കേട്ടോ, ഇത് എന്റെ ഓട്ടി അല്ല കേട്ടോ, അത് ഓട്ടി തമാശക്ക് പറഞ്ഞാണേ, ആരും മനസ്സിൽ വെക്കരുത്. അങ്ങനെയൊന്നുമില്ലാട്ടോ, ഇമാരെല്ലാം നാട്ടിൽ വരുമ്പോ മാറും. ഈ പുള്ളി അടക്കം ഇതൊക്കെ എന്താ ഇർഫാനൊക്കെ റൂം എത്തിയിട്ടോ. എല്ലാവരും ഇവിടെ റെസ്റ്റിലാണ്. റൂമല്ലേ ഇതാണ് ഇനി ഇർഫാനൊക്കെ യൂസ് ചെയ്യാൻ പോണ അടുക്കള. അതെ, ഇപ്പുറത്ത് അത് ഫ്രിഡ്ജല്ലേ, ഫ്രീസർ. അത് കബോർഡാണ്. ഇവിടെ 2 ഇൻഡക്ഷൻസ് ഉണ്ട്. അടിയിൽ ഓവൺ. ഇവിടെ നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേസ്. അപ്പുറത്തെ സൈഡും ഉണ്ട്, ഇവിടുത്തെ സൈഡും ഉണ്ട്. ഇതൊന്നും കാണിച്ചു കൊടുക്കല്ലേ. എന്നാലും തലി ഇറങ്ങിയ തല കയറുന്നുണ്ടോ? ഓട്ടി വീഴുവാടാ. ഇയാൾക്ക് പൈനടിക്കരുത്, ഇയാൾക്ക് പൈന കൂസ് മുഖിയൊക്കെ കണ്ട വിഷയം മോശമാണ്. ട്രിപ്പ് വളരെ മനോഹരമായിരുന്നു. ട്രിപ്പല്ല, നമ്മുടെ സ്വന്തം ചങ്കിടിപ്പായ കാക്കൂനെ നമ്മൾ റൂമിൽ കൊണ്ടാക്കി. അങ്ങേര് ഒന്ന് കണ്ണ് കലങ്ങിയായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിരുന്നു, പക്ഷെ കുടിച്ചതും കാരണം അപ്പൊ ഞങ്ങൾ അവന്റെ കണ്ണ് കലങ്ങിയായിരുന്നു. പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചിരുന്നു, പക്ഷെ അത് ശ്രദ്ധിച്ച പോലെ ഞങ്ങൾ കാണിച്ചില്ല. ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഇർഫാനത്ത് കാണുന്നുണ്ടെങ്കിൽ അറിയണം, ഞങ്ങൾക്ക് നല്ല വിഷമം. ഞങ്ങൾ മിസ് ചെയ്യും. വിഷമങ്ങൾ നമ്മളിവിടെ അടുത്ത് തന്നെ അല്ലേ, നമ്മൾ കാണും. അവിടുന്ന് 10ാം നമ്പർ വണ്ടി കയറുന്നു, ഇവിടെ വരുന്നു, അത്രേ ഉള്ളൂ. അവിടുന്ന് 13ാം നമ്പർ വണ്ടി കയറുന്നു. ഓക്കെ, അപ്പൊ ഓക്കെ, ബൈ.